കേരളത്തിലെ വനാന്തരങ്ങളിൽ വളരെ അപൂർവമായി മാത്രമേ വൈൽഡ് ലൈഫ് ഫോട്ടോഗ്രാഫർമാർക്ക് അവിസ്മരണീയമായ ദൃശ്യങ്ങൾ കിട്ടാറുള്ളൂ. അച്ചൻകോവിൽ വനമേഖലയിൽ നിന്നും അപ്രതീക്ഷിതവും എന്നാൽ അതിശയിപ്പിക്കുന്നതുമായ ദൃശ്യങ്ങളാണ് വന്യജീവി ഫോട്ടോഗ്രാഫർ ബിബിൻ സെബാസ്റ്റ്യന്റെ ക്യാമറയിൽ പതിഞ്ഞത്. വർഷങ്ങളോളം കാത്തിരുന്നാലും അപൂർവമായി മാത്രം ദൃശ്യമാകാറുള്ള ബ്ലാക്ക് പാന്തർ എന്ന വിളിപ്പേരുള്ള കരിമ്പുലിയെയാണ് ബിബിനും കൂട്ടരും കണ്ടത്. ഒറ്റ ദിവസത്തെ യാത്രക്കിടെ അപ്രതീക്ഷിതമായി കണ്ട കരിമ്പുലിയെ പേടിയോടെയും ആശ്ചര്യത്തോടെയുമാണ് ബിബിൻ ക്യാമറയിൽ പകർത്തിയത്. ആ നിമിഷങ്ങൾ മാതൃഭൂമി ന്യൂസിനോട് പങ്കുവയ്ക്കുകയാണ് ബിബിൻ. കണ്ടപ്പോൾ ശരിക്കും പറഞ്ഞാൽ ഷോക്ക്ഡ് ആയിരുന്നു. ബ്ലാക്ക് പാന്തർ ആണെന്ന് തിരിച്ചറിഞ്ഞപ്പോൾ തന്നെ ഒരു ഡൗട്ടാണ്. ഒന്നും കൂടെ നോക്കി, വീണ്ടും നോക്കി. പച്ചപ്പുകൾക്കിടയിലിരുളിൽ കണ്ണഞ്ചിപ്പിക്കുന്ന വേഗത്തിൽ മിന്നിമറയുന്ന കറുത്ത മിന്നൽ പിണർ. വന്യതയുടെ ആ കറുത്ത സൗന്ദര്യത്തെ നേരിട്ട് കാണുക എന്നത് ഏതൊരു യാത്രികന്റെയും സ്വപ്നമാണ്. വന്യജീവി സ്നേഹികൾ സ്നേഹത്തോടെ വിളിക്കുന്ന ബ്ലാക്ക് പാന്തർ എന്ന ആ കറുത്ത രാജകുമാരനെ തൻ്റെ ക്യാമറ കണ്ണുകളിൽ മെരുക്കിയെടുത്ത ഒരു വന്യജീവി യാത്രികനുണ്ട്. മൂന്ന് പേരാണ് പോയത്. എൻ്റെ രണ്ട് ഫ്രണ്ട്സ്, വാണ്ടൽ സ്റ്റോറീസിലെ നിതിനും അതുപോലെ സീത ട്രാവലിലെ ഉണ്ണി എന്ന് പറഞ്ഞ് ഞങ്ങൾ സ്ഥിരം ട്രിപ്പ് പോകുന്ന ആൾക്കാരാണ്. ഞങ്ങൾ അച്ചൻകോവിൽ പോകാനായിരുന്നില്ല പ്ലാൻ, ഞങ്ങൾ മസിൽഗുഡി പോകാനായിരുന്നു പ്ലാൻ. അപ്പോൾ അതിൽ ഉണ്ണിയാണ് ചോദിച്ചത്, നമുക്ക് അച്ചൻകോവിൽ ആ റൂട്ടിലൊക്കെ ഒന്ന് പോയിട്ട് കുറേ കാലം അച്ചൻകോവിൽ പോയാലോ എന്ന് ചോദിച്ചു. അങ്ങനെ പെട്ടെന്നുള്ള പ്ലാനിൽ അങ്ങനെ പോയതാണ്. ഡേഞ്ചറസ് ആയിട്ടുള്ള ഒരു ഫോറസ്റ്റ് റൂട്ടാണ്, താഴെയായിട്ട് പുഴയാണ്, അച്ചൻകോവിലാർ ഇങ്ങനെ ഒഴുകാണ്. അപ്പോൾ അതിൻ്റെ സൈഡിൽ ഉണ്ണിയാണ് ആദ്യം കണ്ടത്. ഉണ്ണി പെട്ടെന്ന് അത് കരിമ്പുലിയാണ് വിഞ്ചേട്ടാ എന്ന് പറഞ്ഞപ്പോഴത്തേക്ക് ഞാൻ പറഞ്ഞു ചാൻസ് ഇല്ല. നിതിൻ പെട്ടെന്ന് നോക്കിയിട്ട് പറഞ്ഞു വിഞ്ചേട്ടാ കരിമ്പുലിയാണെന്ന്. ഭയങ്കര ഷോക്കായി ഞങ്ങൾ. പിന്നെ അന്നേരം ക്യാമറ എടുത്തിട്ട് ശരിക്കും പറഞ്ഞാൽ ഷൂട്ട് ചെയ്യാൻ പറ്റുന്നുണ്ടായിരുന്നില്ല. അത്രയ്ക്കും എന്നാ പറയണ്ടേ, വിറക്കിലും അല്ലെങ്കിൽ ഒരു ഭയങ്കര എക്സൈറ്റ്മെൻറ്റ്. ഒരുപാട് വർഷമായി കാട് കയറാൻ തുടങ്ങിയിട്ട്. ഇന്ത്യയൊക്കെ അകത്തും പുറത്തുമൊക്കെ ആയിട്ട് ഒത്തിരി കാട് കയറിയെങ്കിലും ഇതുവരെ എങ്ങനെയൊരു സംഭവം കിട്ടിയിട്ടില്ലല്ലോ. അത്യാവശ്യം ദൂരത്തിലായിരുന്നു, അതായത് അത് പുഴയുടെ അപ്പുറത്തെ സൈഡിലായിരുന്നു. എങ്ങനെ പോയാലും ഒരു 200 മീറ്റർ പ്ലസ് ഉണ്ടായിരുന്നു ദൂരം. പലരും വിശ്വസിക്കുന്നില്ല, ഞങ്ങൾക്ക് തന്നെ വിശ്വസിക്കാൻ പാടായിരുന്നു. അതുകൊണ്ടാണ് നമ്മൾ ഫോട്ടോയും വീഡിയോയും ഒക്കെ കാണിക്കുന്നത്. കോന്നി അച്ചൻകോവിൽ റൂട്ടിലാണിത്. അപ്പോൾ അച്ചൻകോവിൽ ആ ഫോറസ്റ്റിൽ ഇതുണ്ടെന്ന് തന്നെ നമുക്ക് ആർക്കും അറിയത്തില്ല. ഞാൻ കേട്ടിട്ടില്ല അവിടെ ഉണ്ടെന്നുള്ളത്. വെള്ളം കുടിച്ചിട്ട് അങ്ങോട്ട് തിരിഞ്ഞിരിക്കുമായിരുന്നു. അപ്പോൾ പെട്ടെന്ന് വണ്ടിയുടെ സൗണ്ട് കേട്ടിട്ട് ദൂരെ നിന്ന് തന്നെ ഇത് ഇങ്ങോട്ട് നോക്കി. കറക്റ്റ് അപ്പോൾ നമുക്ക് കിട്ടിയത് ആക്ച്വലി പോസ്റ്റ് ചെയ്ത് വരുന്ന പോലത്തെ ഒരു വിഷ്വലാണ്. ഒരുപാട് ഫോട്ടോ എടുത്തു. അതിന് ശേഷമാണ് ഞാൻ വീഡിയോ എടുത്തത്. നമുക്കൊരു 2-3 മിനിറ്റോളം സമയം ഇതിനെ കിട്ടി. അതിൽ ഭൂരിഭാഗം സമയം നമ്മളെ നോക്കി നിൽക്കുമായിരുന്നു കരിമ്പുൽ. ശരിക്കും ഇതിനെ കാണുന്നത് നമുക്ക് നാഗർഹോളയിലൊക്കെ ഉണ്ട്. അതിരപ്പള്ളി വാഴച്ചാൽ റൂട്ടിൽ കുറച്ചു കാലം മുന്നേ അതിനെ കണ്ടതായിട്ട് റിപ്പോർട്ടുണ്ട്. ഭദ്രയിൽ ഈ അടുത്തിടയ്ക്കായിട്ട് അത്യാവശ്യം നല്ല രീതിയിൽ ഇതിൻ്റെ സൈറ്റിങ്സ് കിട്ടുന്നുണ്ട്. പൊതുവേ ഇത് ഭയങ്കര ഷൈ ആണ്. നോർമൽ ലെപ്പേർഡ് തന്നെയാണ്, ഒരു മെലാനിക് ചേഞ്ച് വരുന്നതാണ്, ഡിഫറൻസ് കൊണ്ട് വരുന്നതാണ് ഈ പറഞ്ഞ കളർ വ്യത്യാസം. അപ്പോൾ അങ്ങനെ ബ്ലാക്കായി പോകുന്നതാണ്. പിന്നെ കാണുമ്പോൾ കറുപ്പ് കളറായതുകൊണ്ട് തന്നെ ഇതിനെ കാണുമ്പോൾ ഒരു ഭയങ്കര ഫീലാണ്. ഞാൻ കാട് കയറാൻ തുടങ്ങിയിട്ട് എനിക്ക് തോന്നുന്നത് ഒരു 10ാം ക്ലാസ്സൊക്കെ പഠിക്കുമ്പോൾ ഒരു 20-25 ഇയേഴ്സെങ്കിലും ഏറ്റവും മിനിമം ആയിട്ടുണ്ട് കാട് കയറാൻ തുടങ്ങിയിട്ട്. പക്ഷേ വ്ളോഗിങ് അല്ലെങ്കിൽ കുറച്ചും കൂടെയും സീരിയസ് ആയിട്ട് ഇതിനെ കണ്ട് തുടങ്ങിയത് ഒരു 6 വർഷമൊക്കെ മുന്നെയാണ്. ഇപ്പം കരിമ്പുലി ബിബിൻ വിളിക്കുന്നത്. ഇത് ഒരു റിസർവ്ഡ് ഫോറസ്റ്റ് ആണ്. ട്രാവൽ റെസ്ട്രിക്ഷൻസ് ഉള്ള ഏരിയയാണ്. 4 മണിക്ക് ശേഷം വണ്ടി കടത്തി വിടത്തില്ല. അപ്പോൾ അതുകൊണ്ട് ഈ കാട്ടിൽ ഇത്രയും അപകടം പിടിച്ച ഈ കാട്ടിലേക്ക് ഇതിനു വേണ്ടിയിട്ട് പോകരുതെന്ന് തന്നെയാണ് എൻ്റെ അഭിപ്രായം. കാടിനെ അറിഞ്ഞ് പ്രകൃതിയെ സ്നേഹിച്ച് കാത്തിരിക്കുന്നവർക്ക് പ്രകൃതി തന്നെ നൽകുന്ന അസുലഭമായ സമ്മാനമാണ് ഇത്തരം നിമിഷങ്ങൾ. ഈ കറുത്ത വിസ്മയം ഇനിയും നമ്മുടെ കാടുകളിൽ സുരക്ഷിതനായി തുടരട്ടെ. അല്ലേ ഇവനെ? അതെ, തീർച്ചയായിട്ടും ഒരു സംരക്ഷിക്കപ്പെടേണ്ടത് തന്നെയാണിത്. ബാലുവിനും വിജേഷ് പുതുവാശ്ശേരിക്കുമൊപ്പം ശ്യാമപ്രസാദ് ഉത്തമൻ, മാതൃഭൂമി ന്യൂസ്, കൊച്ചി.